ഞാനിന്ന് നല്ലൊരു അവിയൽ ഉണ്ടാക്കാം. അതിനായിട്ടുള്ള കഷ്ണങ്ങളാണ് അത്: കായ, നേന്ത്രക്കായ, ചേന, പയർ, ക്യാരറ്റ്, കയ്പ, മുരിങ്ങക്കായ. കയ്പ, പാവയ്ക്ക ഒക്കെ ഒന്ന് തന്നെ. ഇനി നുറുക്കിയെടുക്കണം. ഇതിലേക്ക് വേണ്ട തേങ്ങ, പച്ചമുളക്, ഇതൊക്കെ നാടൻ പച്ചമുളകാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പിലേൻ്റെ തളിരാണിത്. അപ്പം അതിൻ്റെ തണ്ടൊക്കെ കുറച്ച് വാടിയിട്ടുണ്ട്. ഒരു 3 കരണ്ടി തൈര്. കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴിഞ്ഞു. ക്യാരറ്റ്, നേന്ത്രക്കായ, മുരിങ്ങക്കായ, കയ്പ, ചേന, പയർ. ഇനി ഇത് വേവ് കൂടുതലുള്ളത് ആദ്യം ഇട്ട് കൊടുക്കുക. വേവ് കൂടുതലുള്ളത് ഒന്ന് കായ, ക്യാരറ്റ്, ചേന, കയ്പക്ക. ഇനി പയർ മേലെ നിരത്തി വെക്കുക. ഇനി മുരിങ്ങക്കായ മുറിച്ചത്. ഇതിങ്ങനെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉടഞ്ഞു പോകരുത്, അതാണ്. അപ്പം വേവില്ലാത്തത് മേലെ ഇട്ട് കൊടുക്കുക. ഒരൊറ്റ വിസിൽ മാത്രമേ പാടുള്ളൂ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാനാണ്, കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരു 1/4 ഗ്ലാസ് വെള്ളം. തേങ്ങ ചതച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞിട്ട് അരച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചതാണ്. ചട്ടിയിലാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി അടുപ്പിൽ വേവിക്കുകയാണെങ്കിൽ തന്നെ ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. അടുപ്പിലും ഗ്യാസ്മിലൊക്കെ വേവിക്കുകയാണെങ്കിൽ തന്നെ എല്ലാം കൂടെ ഒന്നിച്ച് കുഴച്ചിടരുത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് വാങ്ങാം.
നല്ലോണം നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക, കഴിച്ച് നോക്കുക, അഭിപ്രായം പറയുക. താങ്ക് യു.